യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് പണിയുണ്ട്, പക്ഷെ ഇന്ന് വീക്കെൻഡ് ആയിട്ടുള്ള അച്ചുവിന്റെ വകയാണ് ഇന്നത്തെ നമ്മളുടെ ഫുഡ്. അച്ചു ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളിപ്പോ ചേട്ടന്റെ ഫ്ലാറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ചേട്ടനുണ്ട്, ബാക്കി വീഡിയോസ് ഒക്കെ ചേട്ടനായിരിക്കും ചിലപ്പോൾ എടുക്കുക, അറിയില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ന് ഷൈൻ സാറും ഉണ്ട്. ഷൈൻ സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കൊളീഗാണ് കേട്ടോ. അപ്പോൾ ഷൈൻ സാറും ഷൈൻ സാറിൻ്റെ വൈഫും മോളും ഉണ്ട്. അപ്പം ഇന്നത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് അച്ചും ഷൈൻ സാറും കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിൽ കാണാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ചിനുള്ള ബിരിയാണി പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരറ്റത്തിരുന്നിട്ട് അച്യുതാ സവാള കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൻ്റെ വേറൊരറ്റത്തിരുന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ വ്ളോഗൊക്കെ എടുക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് റെഡി ആവാൻ പോയേക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേട്ടനും കൂടെ നമ്മൾ ജോയിൻ ചെയ്യണതായിരിക്കും. പിന്നെ ഷൈൻ സാർ ആൻഡ് ഫാമിലി ഓൺ ദ വേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പക്ഷെ നമ്മൾ ചിക്കൻ വാങ്ങാൻ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കൻ ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ, ഷൈൻ സാർ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവരും. പിന്നെന്താ, പിന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, വഴിയെ കാണാം. ഞാൻ ഓവർ സൈസ്ഡ് ഡ്രസ്സാട്ടോ ഇട്ടേക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് എടുക്കാൻ മറന്നു. സോ നമ്മൾ അച്ചുവിൻ്റെ ഡ്രസ്സ് അടിച്ചു മാറ്റി ഇട്ട് നടക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പഠിക്ക് പോട്ടെ. ബൈ ബൈ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ എവിടെ എത്തി, എത്ര നേരം കൊണ്ട് വീട്ടിലെത്തും എന്നൊക്കെയുള്ള ഡിസ്കഷനാണ് ഇവിടെ ഫോണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബൈ ദ വേ നമ്മളുടെ കട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അറിയില്ലല്ലേ വേറെ എന്തെങ്കിലും നാക്കുണ്ടോന്ന്. ഇത് പിടിച്ച് ഇതെന്തിനാണെന്നോ. അല്ലേ, നീളത്തിനുള്ളത് ഇതിലിട്ടാ മതി, ചതുരത്തിലുള്ളത് നമുക്ക് സാലഡിന് കൊടുക്കാം. കൂലങ്കഷമായ ഒരു ചർച്ചയാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ടെമ്മുവിൽ നിന്ന് ചേട്ടൻ ഓർഡർ ചെയ്ത സ്ലൈസർ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതാണ് ടോപ്പിക്. ടെമ്മുവിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടല്ല, പുതിയ സ്ലൈസർ വെച്ചിട്ട് ഒനിയൻ കട്ട് ചെയ്യുന്ന പ്രസിദ്ധ് ചന്ദ്രൻ. സംഭവം നല്ല സ്ലൈസ് ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ നല്ല സ്മെല്ലുണ്ട്. അച്ഛൻ നിന്നൊക്കെയാട്ടാ കട്ടിങ്. ഇപ്പൊ കട്ടിങ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതാ ബിരിയാണി റൈസ് ഒരു 80% കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം ടെമ്മുവിൽ നിന്ന് വാങ്ങിയ കാരണം ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, എവിടെയാ എന്താ ലൂസാവാന്ന് അറിയില്ലല്ലോ. പക്ഷേ വലിയ കുഴപ്പമില്ലാന്ന് അറിഞ്ഞതും ചേട്ടൻ ആ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായി നമ്മളുടെ ഒനിയൻ സ്ലൈസിങ്ങിലാണ് ആള്. അച്ചു ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ മാനുവലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആരാണ് ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കോമ്പറ്റീഷനും കൂടെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. സവാള ബിരിയാണി നന്നായി സവാള ഓക്കെ, നോട്ടഡ്. ഇതിന് മതി, അത് ഓ മതി മതി മതി. സാലഡിന് ആണ് ശരിയാവണില്ലല്ലോ, നമ്മൾ റെഡി ആവട്ടെ. സ്കില്ല് ഉള്ളി വേണം, ഉള്ളി വാടിയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര വലിയ ടാസ്ക് ആണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൽ എത്ര സിമ്പിളായിട്ട് അത് മാറുമെന്ന്. മാത്രമല്ല എല്ലാവരും അതിൽ ഇൻവോൾവായി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ഓരോ ട്രോളൊക്കെ ഇറക്കി വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ശരിയാണല്ലേ, കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഉള്ളി ബിരിയാണി ഉണ്ടാക്കുന്ന ഫീലുണ്ട്. പക്ഷെ നമ്മളിത് ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിസ്ത എന്ന് പറയുമ്പോൾ മറ്റേ ബ്രൗൺ കളറിൽ ഇങ്ങനെ സവാള നല്ലപോലെ മുരിഞ്ഞ് വരില്ലേ, അതുപോലെ അത് ഉണ്ടാക്കിയിട്ട് അത് വെച്ചാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി.
അടുത്ത ഷെഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഷൈൻ സാറിനെ പറ്റി ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ടേ വാ നമുക്ക് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ലഞ്ച് കുക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പക്ഷേ ദിസ് വാസ് ആക്ച്വലി ഫൺ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പകുതി വഴിയിൽ വെച്ചിട്ടാണ് ഷൈൻ സാറും പിന്നെ പൂജയും മുത്തുമണി നമ്മൾ ജോയിൻ ചെയ്ത്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ഒരു പകുതി വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൈൻ സാർ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വോയിസ് ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, ബിക്കോസ് നമ്മൾ കുറേ പേഴ്സണലായിട്ടുള്ള ഫൺ ടോക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ. സൈഡിലവിടെ മുത്തുമണിയും ചേട്ടനും കൂടെ കാര്യമായി കളിയിലാണ് കേട്ടോ. അപ്പോൾ അവരുടെ കളി അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഒരു സൈഡിൽ കുക്കിംഗ് നടക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് വർക്കുള്ള കാരണം കംപ്ലീറ്റ് ആയിട്ട് എനിക്കിതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ ഞാൻ കുറച്ച് വർക്കിൽ ഏർപ്പെട്ടു പോയേക്കാണ്. ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്തെങ്കിലുമൊക്കെ കൈയിട്ട് ഇളക്കും. അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഇവിടെ നമ്മളിതാ സവാളയൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ റെഡിയായി വരുന്നുണ്ട്. അച്ഛതാ സാലഡിന് വേണ്ടി കട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സവാള നല്ല രീതിക്ക് ബ്രൗൺ ആൻഡ് കാരമലൈസ് ആയി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചിക്കനും ബാക്കി എല്ലാ മസാലക്കൂട്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ റോ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നല്ല രീതിക്ക് ഇനി മിക്സ് ചെയ്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കും. ഇത് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം. ഇതിലേക്ക് നമ്മൾ വേറെ വാട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സാലഡ് അവിടെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ചിക്കൻ ഇങ്ങനെയാണ് നമുക്ക് കുക്കായി വന്നത്. ഏകദേശം നല്ലൊരു റോസ്റ്റ് പോലെ ഇതിൽ നിന്ന് തന്നെ വാട്ടർ വന്നിട്ടുണ്ട്. ഇനി ദമ്മിടുന്ന പരിപാടിയാണ്. നമ്മളിങ്ങനെ ലെയറായിട്ട് റൈസും ചിക്കനും അതിൻ്റെ ഇടയിൽ കുറച്ച് ഗീയും പിന്നെ മല്ലിയില പുതിനില അങ്ങനത്തെ പരിപാടികളൊക്കെ ആഡ് ചെയ്തിട്ട് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ഷൈൻ സാറേ, മറ്റോളടി അങ്ങനെയല്ല, കുറച്ചുകൂടെ വിളക്കണം കൈ. ഈ ദം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ പ്രൊഫഷണൽ ദം ബിരിയാണി ഒന്നും അല്ലെങ്കിലും നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ദം ബിരിയാണി. ആൻഡ് ഇത് ഭയങ്കര അടിപൊളി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ദം ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളുടേതായിട്ടുള്ള ഓരോ കുഞ്ഞു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കമൻസൊക്കെ പറഞ്ഞ് നല്ല ഫൺ വൈബിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിച്ചൺ അത്യാവശ്യത്തിലധികം മെസ്സി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദമ്മിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടെ ഉത്സാഹിച്ചങ്ങോട്ട് കിച്ചൺ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടപ്പത്ത് കയറ്റിയത്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ടൊരു പപ്പടം കൂടെ വേണം. പപ്പടം ഇല്ലാണ്ട് ബിരിയാണി കഴിക്കാൻ ഒരു വൈബില്ല. അപ്പോൾ നമ്മൾ മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പരിപാടി അച്ചുവാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ കാത്തെല്ലാരും ഇതേ നിൽക്കും. സൈഡിൽ കൂടെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ദം പൊട്ടിക്കാൻ പോവാണ്. ബിരിയാണി ഇട്ടാലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ, എന്നാൽ പിന്നെ പ്രൊഫഷണലായിട്ട് അത് സെർവും കൂടെ ചെയ്താലോ എന്നുള്ളൊരാശയം എല്ലാവർക്കും ഒരേപോലെ തോന്നിയതും നമ്മൾ നേരെ നമ്മുടെ സൈസിന് പറ്റിയൊരു പാത്രവും കണ്ടുപിടിച്ച് അതിനകത്തേക്ക് നടുവിലേക്ക് മുട്ടയും വെച്ച് സൈഡിൽ ചോറും ചിക്കനും എല്ലാം കൂടി ഇട്ട് നമ്മൾ സെർവ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. ബിരിയാണി എടുത്തെടുത്ത് വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അതിലേറ്റവും കൂടുതൽ ചിക്കൻ പീസാണുള്ളത്. പിന്നെ എല്ലാവർക്കും ലാവിഷായിട്ട് ചിക്കൻ കഴിക്കാമല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷത്തിൽ നമ്മൾ പിന്നെ അത് സെർവ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ സെർവ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ റൈസ് ആണെങ്കിലും പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയുടെ കളറും പിന്നെ നമ്മുടെ പ്ലെയിൻ റൈസിൻ്റെ കളറും കൂടിയിട്ടാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മളുടെ ചിക്കൻ പീസസും നടുവിലൊരു മുട്ടയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ. പിന്നെ അച്ഛനും ഷൈൻ സാറിനും ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. വേറെ ഒന്നുമല്ല, അവരാണല്ലോ ഇതിലെ മെയിൻ ഷെഫായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് വന്നപ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചു കൊടുക്കാം.
കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും ഫസ്റ്റ്. യമ്മി. ചേട്ടാ സൂപ്പറായാ? നിസാർക്ക് പോലും ഉണ്ടാക്കാൻ എങ്ങനെയുണ്ട്? സൂപ്പർ. പാലക്കാട് ഫ്രാഞ്ചൈസി അവനോട് എണ്ണമ്മറ കടത്തി കിട്ടും. മസാല ഒക്കെ പിടിച്ച് ചിക്കൻ പീസ് കുറച്ച് കൂടിപ്പോയി സംശയം. ഈ പീസ് കൂടിയതൊന്നും ഒരു വലിയ പ്രശ്നമല്ല കേട്ടോ. കാരണം പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ കുറച്ചധികം പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുമാത്രമല്ല നമുക്ക് ഫ്ലോപ്പ് ആയില്ലല്ലോ എന്നുള്ളൊരു എക്സ്ട്രാ സന്തോഷം കൂടി ഉണ്ടായി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എന്നുള്ളൊരു അടിപൊളി ദിവസമായിരുന്നു. ആകെ ഒരു വിഷമം, എനിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വർക്കുള്ള കാരണം കുറച്ച് ടൈം അതിലേക്ക് ഇരിക്കേണ്ടി വന്നു. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ സൂപ്പർബായിട്ടുള്ള ഡേ ആയിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.